ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ക്രിയേറ്റ് ചാനൽ കൊടുക്കുക, ചാനലിൻ്റെ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുത്ത നെയിം എന്ന് പറയുന്നത് ഗെയിം റിലേറ്റ് ചെയ്തൊരു ചാനലായതുകൊണ്ട് ഗിൽഡ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം അവർ എഗ്രിമെൻറ്റ് ടിക്ക് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് നമ്മുടെ യു എ നമ്പർ, ഞാനിപ്പോൾ യു എയിലായതുകൊണ്ട് ഞാൻ യു എ നമ്പർ കൊടുക്കുന്നു. ടെക്സ്റ്റ് അല്ലെങ്കിൽ കോൾ വഴി നമുക്ക് ഒ ടി പി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. ഞാൻ അതിനകത്ത് ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മൾ ഒ ടി പി വരണത് വരെ വെയിറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ ഒ ടി പി നമ്മൾ കുറേ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒ ടി പി വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 6 മണിക്കൂറോ 12 മണിക്കൂറോ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഒ ടി പി കിട്ടി. ഞാൻ ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി. ചിലവരിൽ ഇങ്ങനെയൊന്നും വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ കാണിക്കില്ല, ബട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിക്കും. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയി. ഇനിയിപ്പോൾ ചാനൽ നമ്മൾ വ്യൂ ചെയ്യണം. ഞാൻ അതിനകത്ത് റൈറ്റ് സൈഡിലുള്ള ആ ജീമ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് വ്യൂ ചാനൽ കൊടുത്തു. ഇനി നമ്മുടെ ചാനൽ കസ്റ്റമൈസ് ചെയ്യുക. കാരണം ഇങ്ങനൊരു ചാനൽ കണ്ട ഒരാളും സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ കാണാനോ ഒന്നിനും നിൽക്കില്ല. അത് അട്രാക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ കസ്റ്റമൈസേഷൻ പേജിലേക്ക് പോകുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാവരും ഇതിൻ്റെ സെറ്റിങ്സ്, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് കവർ ഫോട്ടോ ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള സെക്ഷനാണ് ബ്രാൻഡിങ് എന്ന് പറയുന്ന സെക്ഷനിൽ. അതിനകത്ത് ഞാനിപ്പോൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത ലോഗോ ആഡ് ചെയ്തു. അടുത്തത് ബാനർ ഇമേജ്, നമ്മുടെ കവർ ഫോട്ടോ. സിമ്പിളായിട്ട് പറയാൻ വേണ്ടി കവർ ഫോട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തു. ഇനി അതിന് ശേഷം വാട്ടർമാർക്ക്, അത് നമ്മുടെ എൻ്റെ വീഡിയോ വെക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ആൾക്കാർ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഒരു പാത്താണത്. ഇനി ഞാനത് പബ്ലിഷ് കൊടുത്തു. പബ്ലിഷ് കൊടുത്തതിന് ശേഷം താഴെ കാണിക്കും ചേഞ്ചസ് അപ്ലൈഡ് എന്നും പറഞ്ഞ് താഴ്ത്ത് വരും. ചേഞ്ചസ് പബ്ലിഷ്ഡ് അങ്ങനെ എന്തോ പറഞ്ഞാൽ വരാം. ഇപ്പോൾ താഴ്ത്ത് വരും. ഓക്കെ, ചേഞ്ചസ് പബ്ലിഷ്, ഗോ ടു ചാനൽ. ഇനി ഞാൻ ഗോ ടു ചാനൽ ക്ലിക്ക് ചെയ്തു. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എന്തായാലും പിടിക്കും ചാനലിൽ നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരാൻ. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാത്ത. ഓക്കെ, ഞാൻ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു. ഓക്കെ, ഇതിപ്പം നമ്മുടെ ലോഗോ കാര്യങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ആയി. ഇനി നമ്മുടെ ബേസിക് ഇൻഫോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ നെയിം, യൂസർ നെയിം, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാനുള്ളൊരു സെക്ഷൻ. ഞാനിപ്പോൾ ഇതിനകത്ത് എൻ്റെ നെയിം വേണമെന്നുണ്ടെങ്കിൽ 2 ഇമോജീസ് വേണമെങ്കിൽ 2 ഇമോജീസ് ഇടാം. എല്ലാം ചെയ്തു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തു. അതിനുശേഷം ചാനൽ URL താഴത്തെ കാണിക്കുന്നതാണ് ചാനലിൻ്റെ URL. പിന്നെ അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയാസിന് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID താഴത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ എന്തോ എറർ കാണിച്ചു. നമ്മുടെ യൂസർ നെയിം ഓൾറെഡി ആരോ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ വേറൊരു യൂസർ നെയിം എടുക്കുക, ഗിൽഡ് ഗെയിമേഴ്സ് UAE. ഇനി അത് ടൈപ്പ് ചെയ്ത് നോക്കാം. ആൾക്കാർ എടുത്തോണ്ടോന്ന് അറിയില്ല. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനി പബ്ലിഷ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ യൂസർ നെയിം മാറി, ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ആയി, നെയിം അപ്ഡേറ്റ് ആയി, എല്ലാം സെറ്റായി. ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. ഇനി പറയുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അനലിറ്റിക്സ് കാണാനുള്ളത്. കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു സെക്ഷൻ. അനലിറ്റിക്സ് ആയിരിക്കും ഇതിൻ്റെ മെയിൻ സെക്ഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കമൻസും കാര്യങ്ങളൊക്കെ ഒട്ടേറ്റിയിൽ നമ്മളത് എന്തായാലും അടുത്ത വീഡിയോയിൽ